രാവിലെ പേടിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയാ? വെറുതെ ഒന്ന് ചിരിക്കുന്നേ. പേടിച്ചിട്ടൊന്നുമില്ല. ഞാൻ എന്റെ ഒരു കൂട്ടുകാരന് ചെറിയൊരു പനി എടുത്തിട്ടുണ്ടായിരുന്നു. അവന് ഇത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുറ്റബോധം. ഇപ്പൊ ശരിയായി. കാരണം ശുദ്ധീകരണ സ്ഥലം ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും സ്വർഗത്തിൽ കയറാം. എടാ, ശുദ്ധീകരണ സ്ഥലം ഒരു വെക്കേഷൻ സ്പോട്ട് അല്ല. വിശുദ്ധ ജോൺ മേരി വിയാനി പറയുന്നത് പ്രകാരമാണ്. നരകത്തിലെ തീയുടെ അതേ ഇന്റൻസിറ്റി തന്നെയാണ് ശുദ്ധീകരണ സ്ഥലത്ത്. നരകത്തിലുള്ള എല്ലാ സീനും ശുദ്ധീകരണ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. ഒരേ ഒരു പ്രത്യാശ, എന്നെങ്കിലും നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. നരകത്തിലാണെങ്കിൽ പിന്നെ അതും പ്രതീക്ഷിക്കണ്ട. അയ്യോ, ആർക്കാണല്ലോ. അതെ, കഥ തീർന്നിട്ടില്ല. ശുദ്ധീകരണ സ്ഥലത്തുള്ള ഒരു ആത്മാവിന് തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയില്ല. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചാൽ മാത്രമേ പാപകടങ്ങളുടെ ഇളവ് ലഭിച്ച് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കയറുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സഭ നമ്മോട് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നത്. നമ്മൾ പ്രാർത്ഥിച്ച് അവർ സ്വർഗത്തിലെത്തിയാൽ നമുക്ക് വേണ്ടിയും അഹാവ കോൺഫറൻസിനു വേണ്ടിയും അവർ പ്രാർത്ഥിക്കില്ലേ? നമ്മുടെ വെബ്സൈറ്റിൽ ഇന്റർസെഷൻ കൗണ്ടറിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നത് ഇപ്പൊ വിശുദ്ധ ജെഫ്രവിന്റെ പ്രാർത്ഥന ആഡ് ചെയ്തിട്ടുണ്ട്. എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. ഇത് കൊള്ളാലോ. നമ്മുടെ പൂർവികർക്ക് വേണ്ടി നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം. വിശുദ്ധ ജോൺ പോൾ പാപ്പ പറയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സൂപ്പർ നാച്ചുറൽ പുണ്യം എന്ന് പറയുന്നത് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. അവർ ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനകൾ ഉയരുന്നത് കാത്താണ് അവിടെ കഴിയുന്നത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആത്മാക്കളുടെ കാര്യം ഓർക്കുമ്പോഴാണ് കഷ്ടം. നമുക്ക് ആഞ്ഞു പിടിക്കാം. അഹാവ കോൺഫറൻസിന് മുന്നിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന 5 ലക്ഷമെങ്കിലും നമുക്ക് ചൊല്ലി തീർക്കണം.